മാർച്ച് 22, 2018 കേരളത്തിലെ പത്തനംതിട്ട എന്ന ജില്ലയിലെ കഞ്ചിറപ്പള്ളി എന്ന സ്ഥലത്തെ ഡൊമിനിക്സ് എന്ന കോളേജിൽ ബികോം 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായി ജീവിച്ചു വരികയായിരുന്നു ജസ്ന എന്ന പെൺകുട്ടി. ജസ്ന വളരെ ടാലൻറ്റും വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ബുദ്ധിശാലിയായ കുട്ടിയായിരുന്നു. അന്നത്തെ സമയം സെമസ്റ്റർ എക്സാം വരുന്നത് കൊണ്ട് തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾക്കെല്ലാം സ്റ്റഡി ഹോളിഡേയ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്ന ജസ്ന ഇനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ പോയി പഠിക്കാമെന്ന് തീരുമാനിച്ചു. അതിനാൽ തന്നെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ ജസ്ന അവിടെ നിന്നും 25 കിലോമീറ്റർ അപ്പുറത്തുള്ള വെച്ചൂച്ചിറ എന്ന സ്ഥലത്തെ ജസ്നയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പദ്ധതിയിട്ട പോലെ ജസ്ന പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മാർച്ച് 22-ാം തീയതി സാധാരണയായി പഠിച്ചുകൊണ്ടിരുന്ന ജസ്നയ്ക്ക് കുറേശ്ശെ മടുപ്പ് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അടുത്തുള്ള അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് ജസ്ന തീരുമാനിച്ചു. അങ്ങനെ രാവിലെ 9 മണിക്ക് ഗേറ്റെല്ലാം പൂട്ടിയതിനു ശേഷം വെളിയിലെത്തിയ ജസ്ന കുറച്ച് മുന്നോട്ടേക്ക് നടക്കാൻ ആരംഭിച്ചു. ആ സമയത്താണ് ആ വഴി വന്ന ഒരു ഓട്ടോയ്ക്ക് ജസ്ന കൈ കാണിക്കുന്നത്. ആ ഓട്ടോയും ജസ്നയുടെ അടുത്തേക്ക് വന്ന് നിർത്തുന്നു. അപ്പോഴാണ് ജസ്നയ്ക്ക് മനസ്സിലാവുന്നത് അത് തനിക്ക് പരിചയമുള്ള ഓട്ടോ ഡ്രൈവറാണെന്ന്. ഓട്ടോ ഡ്രൈവറെ കണ്ടപ്പോൾ തന്നെ ചേട്ടാ, ഞാൻ എൻ്റെ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഇറക്കാമോ എന്ന് ജസ്ന ചോദിച്ചു. ആ ഓട്ടോ ഡ്രൈവർ ജസ്നയ്ക്ക് അറിയാവുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടായിരുന്നു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ശേഷം ഓട്ടോ എരുമേലിയിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ജസ്നയെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ അവിടെ നിന്നും പോയി. ഈ സംഭവത്തിന് ശേഷമാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജസ്ന എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപാട് ഭയവും ഞെട്ടലും തോന്നാൻ തുടങ്ങിയത്. 2018 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജസ്നയായിരുന്നു എല്ലാവരുടെയും ചർച്ചാ വിഷയം. അതിനുശേഷം ഇതൊരു സെൻസേഷണലായ ന്യൂസായി മാറാൻ ആരംഭിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം ജസ്നയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? ഒട്ടനേകം ത്രില്ലിംഗ് ആയ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2018 മാർച്ച് 22 സന്ധ്യാസമയം കഴിഞ്ഞപ്പോഴേക്കും പത്തനംതിട്ടയിലെ കഞ്ചിറപ്പള്ളിയിലെ മുക്കോട്ട് എന്ന സ്ഥലത്തെ ജെയിംസിൻ്റെ വീട്ടിൽ ആശങ്ക പടർന്നു. അവരുടെ ഇളയ മകൾ ജസ്ന മരിയ ജെയിംസ് പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞിട്ടും തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. ആ പെൺകുട്ടിയെ കാണുവാനില്ല. കോൺട്രാക്ടറായ ജെയിംസിന് 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. അദ്ദേഹത്തിൻ്റെ ഭാര്യ 1 വർഷം മുമ്പ് പനി ബാധിച്ച് മരണമടഞ്ഞു. കുട്ടികളിൽ ഇളയ മകളാണ് ജസ്ന. കാഞ്ഞിരപ്പള്ളിയിലെ SD കോളേജിൽ ബികോം 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന അധികം ആരോടും സംസാരിക്കാത്ത ഒരു സ്വഭാവക്കാരിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബന്ധുക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ജസ്ന എന്ന പെൺകുട്ടിക്ക് അധികം സുഹൃത്തുക്കളില്ലായിരുന്നു. എന്തിനേറെ സഹോദരങ്ങളോട് പോലും അധികം സംസാരിക്കാറില്ല. എന്നാൽ അമ്മയുടെ മരണം ജസ്നയെ മാനസികമായി വളരെ തളർത്തിയിരുന്നു. SD കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠനം തുടർന്നുകൊണ്ടിരുന്ന ജസ്ന അമ്മയുടെ മരണത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തനിച്ചാവുന്ന സാഹചര്യത്തിൽ പിതാവിൻ്റെ സഹോദരിമാരുടെ വീടുകളിലേക്ക് പോകുന്നത് പതിവായിരുന്നു. ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. പരീക്ഷക്കാലമായതുകൊണ്ട് തന്നെ ജസ്നയ്ക്ക് അന്നത്തെ ദിവസങ്ങളിൽ അവധിയായിരുന്നു. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സഹോദരിയെ അറിയിച്ച ജസ്ന അന്നേ ദിവസം, അതായത് മാർച്ച് 22-ന് മുണ്ടക്കയത്തുള്ള അമ്മയുടെ വീട്ടിലേക്ക് പഠിക്കാനായി പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. കാണാതാവുന്ന ദിവസത്തിന് മുമ്പ് വരെ ജസ്നയുടെ പെരുമാറ്റത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ലായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് അച്ഛൻ ജെയിംസിൻ്റെ കൂടെ കിച്ചണിൽ കയറി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയതും ജസ്നയായിരുന്നു. കോൺട്രാക്ടറായ അച്ഛൻ രാവിലെ 8:15-നും സഹോദരൻ 8:30-നും കോളേജിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിനുശേഷം 9:30-ന് ജസ്ന ഓട്ടോ പിടിച്ച് മുക്കൂട്ടുപറ എന്ന സ്ഥലത്തെത്തി. പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രമേ അവൾ കയ്യിൽ കരുതിയുള്ളൂ. ഓട്ടോയിൽ കയറാൻ നേരം ഡ്രൈവർ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മുണ്ടക്കയത്തുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. കടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് ജസ്ന ഓട്ടോയിൽ കയറി പോയതെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നു. അതോടൊപ്പം തന്നെ ജസ്ന മുക്കൂട്ടുപുറയിൽ ഇറങ്ങിയെന്നും സ്ഥിരീകരിച്ച് ഓട്ടോ ഡ്രൈവർ പറയുന്നു. എവിടെ പോകുന്നു എന്നുള്ള അയാളുടെ ചോദ്യത്തിന് പഞ്ചവയിലുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് ജസ്ന മറുപടി നൽകി. മുക്കൂട്ടുപുറയിൽ ഓട്ടോയിൽ ഇറങ്ങിയതിനു ശേഷമാണ് ദുരൂഹതകൾ ആരംഭിക്കുന്നത്. ഓട്ടോയിൽ വന്നിറങ്ങിയ ജസ്നയെ പലരും കണ്ടിട്ടുണ്ട്. എന്നാലും പിന്നീട് അവളെക്കുറിച്ച് ഒരറിവുമില്ല. അതുമാത്രമല്ല, ജസ്ന മുണ്ടക്കയത്തേക്കുള്ള വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടു എന്നുള്ള സാക്ഷികളുമുണ്ട്. അങ്ങനെ ബസ് ജീവനക്കാരിലേക്കും അന്വേഷണം എത്തി. എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടി ബസ്സിന് എരുമേലിക്ക് ശേഷം യാത്ര ചെയ്തിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ തറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുണ്ടക്കയത്തിന് 15 കിലോമീറ്റർ ഇപ്പുറം എരുമേലിയിൽ ജസ്ന യാത്ര അവസാനിപ്പിച്ചു കാണും. അന്നേ ദിവസം 5 മണിക്ക് ശേഷമാണ് ജസ്ന അമ്മയുടെ വീട്ടിൽ എത്തിയിട്ടില്ലെന്ന് വീട്ടിലുള്ളവർ അറിയുന്നത്. അതോടുകൂടി ജസ്നയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആദ്യം സ്വന്തമായിട്ട് അന്വേഷിച്ച വീട്ടുകാർ പിന്നീട് പോലീസുകാരുടെ സഹായം തേടുകയും ചെയ്തു.
പരാതി കിട്ടിയപ്പോൾ പോലീസുകാർ ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അരിച്ചുപെറുക്കി. ജസ്നയുടെ ഹോസ്റ്റൽ, സുഹൃത്തുക്കളുടെ വീട്, ജസ്നയുടെ ബന്ധുക്കളുടെ വീട്, അങ്ങനെ എല്ലാ ഇടങ്ങളിലും പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല. പിന്നീട് CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ജസ്ന എന്ന സാമ്യം തോന്നുന്ന ഒരു പെൺകുട്ടി ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. അത് ജസ്ന തന്നെയാണെന്ന് പിന്നീട് വീട്ടുകാർ പറഞ്ഞു. എന്നാൽ ജസ്ന എവിടെ ഇറങ്ങിയെന്നോ എവിടെ പോയെന്നോ ഒരു തെളിവുകളും ലഭിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി എല്ലാവരും ജസ്നയെ അന്വേഷിച്ചു തുടങ്ങി. ആ സമയത്താണ് ജസ്നയുടെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടി ഇടുക്കിയിലെ വാഗമണ്ണിലെ ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടു എന്ന് ഒരാൾ പറഞ്ഞത്. അതിനെ തുടർന്ന് പോലീസുകാർ ആ കൊടൂര വനത്തിൽ വളരെ ശക്തമായി അന്വേഷണം നടത്തി. എന്നാൽ അതിനും ഒരു ഫലവും ഉണ്ടായില്ല. മാത്രമല്ല അവിടെ ജസ്ന ഉള്ളതിൻ്റെ യാതൊരു തെളിവുകളും ലഭിച്ചില്ല. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന കാഞ്ഞിരപ്പള്ളിയിലെ കോളേജ് ഹോസ്റ്റലിലായിരുന്നു ജീവിച്ചിരുന്നത്. കാണാതാകുന്നതിന് 3 മാസം മുമ്പാണ് വീട്ടിലേക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് സ്വസ്ഥമായി പഠിക്കാൻ വേണ്ടി അച്ഛൻ്റെ സഹോദരിമാരുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ജസ്ന പിന്നീട് എവിടെ പോയെന്ന് ഒരു വിവരം ലഭിച്ചില്ല. ഈ ചോദ്യമാണ് പോലീസിനെയും നാട്ടുകാരെയും കുഴപ്പിക്കുന്നത്. ജസ്നയെ കാണാതായി 3 മാസങ്ങൾക്ക് ശേഷമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഈ കേസ് ഏറ്റെടുത്തിരുന്നു. അതുമാത്രമല്ല, വെറും മാൻ മിസ്സിംഗ് കേസ് മാത്രമായിരുന്ന ഇതിൽ ലവ് ജിഹാദും തീവ്രവാദവും ഉൾപ്പെടുത്തി വാർത്തകൾ പടരുവാൻ ആരംഭിച്ചു. ഈ സമയത്ത് പല ഭാഗത്തു നിന്നും ജസ്നയെ കണ്ടു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു. അതെല്ലാം പോലീസ് അന്വേഷിച്ചു നോക്കി. എന്നാൽ ഒരു തെളിവുകളും ലഭിച്ചില്ല. പോലീസിന്റെ മുമ്പിലെ മറ്റൊരു മാർഗമായിരുന്നു ജസ്നയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ വെച്ച് അന്വേഷണം നടത്തുക. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യവും അതുതന്നെയായിരുന്നു. കാരണം ജസ്ന മൊബൈൽ ഫോൺ എടുക്കാതെയാണ് പോയത്. ജസ്ന മൊബൈൽ ഫോൺ എടുക്കാതെ പോയതിൽ എല്ലാവർക്കും വളരെയേറെ ദുരൂഹത തോന്നി. ഒരു പക്ഷേ ജസ്ന ഇനി മനഃപൂർവ്വം മൊബൈൽ ഫോൺ എടുക്കാതെ പോയതാണോ? സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും സജീവമായ ഈ കാലഘട്ടത്തിൽ സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്ന ജസ്ന അന്ന് മാത്രം ഫോൺ എടുക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഇനി ഒരു പക്ഷേ മനഃപൂർവ്വം മൊബൈൽ ഫോൺ എടുക്കാതെ പോയതാണെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? ഒരു പക്ഷേ ഇനി ആരും തന്നെ അന്വേഷിച്ച് വരരുതെന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കും ജസ്ന അന്ന് മൊബൈൽ ഫോൺ മറന്നു വെച്ച് പോയത്. ശേഷം ജസ്നയുടെ ഫോൺ വീട്ടിൽ നിന്നും പോലീസുകാർ കണ്ടെടുത്തു. ഫോണിൽ പരിശോധന നടത്തിയ പോലീസുകാർക്ക് ജസ്നയുടെ ഒരു ആൺസുഹൃത്തിൻ്റെ കുറിച്ചുള്ള വിവരം ലഭിച്ചു. മാത്രമല്ല, നിരവധി തവണ ഇവർ ഫോൺ മുഖേന സംസാരിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ ജസ്ന വീട് വിട്ടു പോകാനുള്ളതിന് കാരണമായ ഒരു തെളിവുകളും ലഭിച്ചില്ല. എന്നാൽ ഇതേ സമയത്ത് ജസ്ന കാമുകനുമായി ഒളിച്ചോടിയെന്നുള്ള വാർത്ത പടരുവാൻ ആരംഭിച്ചു. കാമുകനായ ചെറുപ്പക്കാരനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അയാളിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. ഇതിനിടയിൽ കാമുകനായ ഒളിച്ചോടിയെന്നും മതം മാറിയെന്നും വാർത്തകൾ പടർന്നു. എന്നാൽ ജസ്നയുടെ കാമുകനായ യുവാവിന് ഒന്നും അറിയില്ല എന്നതാണ് സത്യം. അങ്ങനെ ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജസ്ന വീണ്ടും എല്ലാവരെയും അമ്പരപ്പിച്ചു. അതെന്തെന്നാൽ ജസ്നയ്ക്ക് മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അത്രയും നാൾ ജസ്ന വീട്ടുകാരും സുഹൃത്തുക്കളും അറിയാതെയാണ് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്. ഈ വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസുകാർ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു. ജസ്ന വീട്ടിൽ വെച്ചിട്ട് പോയ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ ജസ്നയുടെ വീടിൻ്റെ ഭാഗത്തും അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ടവർ ലൊക്കേഷനിലെ നമ്പറുകളെല്ലാം പരിശോധിക്കുവാൻ ആരംഭിച്ചു. ജസ്നയെ കാണാതാകുന്നതിന് 6 മാസം മുമ്പുള്ള ഫോൺ കോളുകളാണ് പോലീസ് പരിശോധിച്ചത്. എന്നാൽ ഈ മൊബൈൽ ഫോണിൻ്റെ പുറകെയുള്ള അന്വേഷണം പോലീസിന് വലിയൊരു തലവേദന തന്നെയായിരുന്നു. രഹസ്യമായി ജസ്ന ഉപയോഗിച്ച മൊബൈൽ ഫോണിൻ്റെ നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ 6 മാസം മുമ്പുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഫോൺ കോളുകളാണ് പോലീസിൻ്റെ മുമ്പിൽ ലഭിച്ചത്. മാത്രമല്ല, ആ സമയത്ത് ഒരു ശബരിമല സീസണും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പറുകൾ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 6000 നമ്പറുകളിൽ നിന്നും പോലീസുകാർ സംശയം തോന്നിയ 10 നമ്പറുകൾ ലിസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. ജസ്ന യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ജസ്നയെ ആരെങ്കിലും പ്രേരിപ്പിച്ചിരുന്നോ എന്നതാണ് മറ്റൊരു ചോദ്യം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ജസ്നയ്ക്ക് വേണ്ടി വ്യാപകമായി സംസ്ഥാനത്തും അതിനും പുറത്തും അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ജസ്നയെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഫോൺ കോളുകളും വന്നിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ ജസ്ന മരണപ്പെട്ടതിനുള്ള സാധ്യതയും പോലീസുകാർ തള്ളിക്കളഞ്ഞില്ല. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിൽ 20-നും 30-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടെ കാൽപാദം ലഭിക്കുകയും അത് ജസ്നയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനയിൽ അത് തെളിയിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ ഒരു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ ശരീരം ലഭിച്ചിട്ടുണ്ടെന്നും അത് ജസ്നയാണെന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ കോയമ്പത്തൂരിലെത്തി പരിശോധന നടത്തി. എന്നാൽ ആ ശരീരത്തിന് ഏകദേശം ജസ്നയുമായി സാമ്യമുണ്ടായിരുന്നു. അതിന് കാരണം കത്തിക്കരിഞ്ഞ ആ ശരീരത്തിൻ്റെ പല്ലിൽ കമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്നയുടെ പല്ലിലും കമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പരിശോധനയ്ക്കൊടുവിൽ അത് ജസ്നയല്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
ഇതുപോലെ ജസ്നയെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടെന്നുള്ള ഒരുപാട് വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് IG-യുടെ നേതൃത്വത്തിലും അന്വേഷണം നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ജസ്നയെ കണ്ടു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഗോവ, മുംബൈ, ചെന്നൈ എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അന്വേഷണം നടത്തി. എന്നാൽ ജസ്നയെ എവിടെയെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം പോലീസുകാർ ജസ്നയെ കണ്ടെത്തുന്നവർക്ക് 2 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് വരെ പ്രഖ്യാപിച്ചു. ഒപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പോലീസ് വിവരശേഖരണ പെട്ടി തയ്യാറാക്കി. ഒപ്പം സാമൂഹിക രീതിയിലുള്ള തിരച്ചിലും ആരംഭിച്ചു. ഇതിലൂടെ ജസ്നയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് അന്നത്തെ ADGP ആയ ടോമിൻ തച്ചകരിയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായ KG സൈമണും പ്രതീക്ഷിച്ചു. അതോടൊപ്പം തന്നെ ടോമിൻ തച്ചകരിയുടെ ഒരു നീക്കം അതിനുള്ള പ്രതീക്ഷ കൂട്ടുകയും ചെയ്തു. ജസ്ന എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്നും മാത്രമല്ല ജസ്നയെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തുടങ്ങുകയാണെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ജസ്ന വേറെ ഏതോ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല ജസ്നയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 2 കുട്ടികളുടെ അമ്മയുമാണ്. വേറൊരു മതത്തിലുള്ള ഒരാളെയാണ് ജസ്ന വിവാഹം കഴിച്ചത്. ശേഷം ജസ്ന ഭർത്താവിൻ്റെ മതം സ്ഥിരീകരിക്കുകയും ചെയ്തു. ജസ്ന മനുഷ്യക്കടത്തിന് ഇരയായി. തീവ്രവാദ സംഘടനകൾ ജസ്നയെ മറ്റേതോ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നിങ്ങനെയുള്ള പല വാർത്തകളാണ് പിന്നീട് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത്. ഈ വാർത്ത ശരിയാണെന്നോ തെറ്റാണെന്നോ സ്ഥിരീകരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പോലീസുകാർ പാരിതോഷികം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ജസ്നയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടെന്നുള്ള ഒരുപാട് ഫോൺ കോളുകളാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ഉദാഹരണത്തിന് അതിനൊരു ബസ് ഡ്രൈവറുടെ മൊഴി പ്രകാരം അയാൾ ബസ് ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് കാണാൻ ജസ്നയെ പോലെ തോന്നുന്ന ഒരു പെൺകുട്ടി ഇത് കേരളത്തിലേക്ക് പോകുന്ന ബസ്സാണോ എന്ന് ചോദിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ബസ്സിൽ കയറിയ ആ പെൺകുട്ടി സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയെന്നും അയാൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് പോലീസുകാർ സുൽത്താൻ ബത്തേരിയിൽ അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അമ്മായിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ ജസ്ന പിന്നീട് എവിടെ പോയെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് മുക്കൂട്ടുപുറയിൽ നിന്നും എരുമേലിക്ക് ജസ്ന ബസ് കയറിയെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ആ സമയത്താണ് ജസ്നയുടെ ഒരു ബന്ധു ജസ്നയെ കാറിൽ പിന്തുടർന്നെന്ന് ജസ്നയുടെ മറ്റൊരു ബന്ധു മൊഴി നൽകുന്നത്. ആ ബന്ധുവിനെ പോലീസുകാർ ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ജസ്നയുടെ പിതാവിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ജസ്നയുടെ വീട്ടിൽ നിന്നും രക്തം പുരണ്ട വസ്ത്രങ്ങൾ പോലീസുകാർ കണ്ടെത്തിയിരുന്നു. അതോടെ ജസ്നയുടെ പിതാവിനെയും സഹോദരനെയും പോലീസുകാർ സംശയിക്കാൻ ആരംഭിച്ചു. ജസ്നയെ വീട്ടുകാർ തന്നെ അപായപ്പെടുത്തിയതാണെന്നും കഥകൾ പരക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കോൺട്രാക്ടറായ ജെയിംസിൻ്റെ സൈറ്റുകളിൽ പോലീസുകാർ അന്വേഷണം നടത്തി. ജെയിംസിൻ്റെ സൈറ്റിൽ മണ്ണുകൾ ഇളകി കിടക്കുന്ന സ്ഥലത്ത് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല. 2021 ജനുവരി മാസത്തിൽ കേസ് കൂടുതൽ ശക്തി പ്രാപിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ജസ്നയുടെ പിതാവ് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം അയച്ചിരുന്നു. ഇതിനിടയിൽ കോടതിയും നിയമവ്യവസ്ഥയ്ക്കുമെതിരായി ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി. ഫെബ്രുവരിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ കാറിന് നേരെ കരിയോയിലൊഴിച്ചൊരു സംഭവമുണ്ടായി. ജസ്റ്റിസ് ബി ഷർഷിയുടെ കാറിന് മുകളിലാണ് എരുമേലി സ്വദേശിയായ രഘുനാഥൻ നായർ കരിയോയിലൊഴിച്ചത്. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ നീതി ലഭിക്കുന്നില്ല എന്നതായിരുന്നു രഘുനാഥൻ നായരെ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ തോന്നിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അങ്ങനെ 2021 ജസ്റ്റിനയുടെ ഈ കേസ് CBI അന്വേഷിക്കാൻ തുടങ്ങി. കേസ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ഏറ്റെടുത്ത CBI FIR രജിസ്റ്റർ ചെയ്തു. ജസ്നയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു FIRൽ CBI എഴുതിയിരുന്നത്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. ജസ്നയുടെ തിരോധാനത്തെ തുടർന്ന് ലവ് ജിഹാദ് പോലെയുള്ള വിവാദങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉന്നയിച്ചു. എന്തായാലും ക്രൈംബ്രാഞ്ചിൽ നിന്നും കേസ് ഏറ്റെടുത്ത CBI ആദ്യം ചെയ്തത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്നതായിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് CBIക്ക് തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായി. എങ്കിലും ജസ്നയുടെ തിരോധാനത്തെ തുടർന്ന് ഏതോ തീവ്രവാദന സംഘടനകൾക്ക് ബന്ധമുണ്ടെന്ന് CBI സംശയിച്ചിരുന്നു. CBIയുടെ അന്വേഷണത്തിൽ 101 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് അവർ നൽകി. അതോടൊപ്പം തന്നെ ജസ്നയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള തെളിവുകൾ CBI ഇന്റർപോളിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ജസ്നയെക്കുറിച്ചുള്ള ഒരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ജസ്ന എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇപ്പോഴും ജസ്നയുടെ കുടുംബം കാത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ജസ്ന എവിടെ പോയെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി വരും കാലഘട്ടത്തിൽ ജസ്നയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിയേക്കാം. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.